ഫസ്റ്റ് ഓൺ 24 നഴ്സ് സമരത്തിൽ മാനേജ്മെന്റുകൾ ഒത്തുതീർപ്പിലേക്ക്. സമരത്തിലുള്ള 6 ആശുപത്രി മാനേജ്മെന്റുമായി UNA ധാരണയിലെത്തി. 3 സ്ഥലത്ത് മാത്രമാണ് ഇനി സമരമുള്ളത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജി, അപ്പോൾ സമരം അവസാനിക്കുകയാണോ? തീർച്ചയായിട്ടും അമൃത, സമരം അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നഴ്സുമാരുടെ സമരപ്പന്തലിലാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവരിവിടെ രാപ്പകൽ സമരമായിരുന്നു. കനത്ത വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സമര പോരാട്ടത്തിൽ തന്നെയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലെ മാനേജ്മെന്റുകളുമായി UNA പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. എന്നോടൊപ്പം ജാസ്മിൻ ഷായ് ഉണ്ട്. ഇപ്പോൾ എത്ര മാനേജ്മെന്റുകളായിട്ടാണ് ചർച്ച നടത്തിയത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കനത്ത ചൂടാണ് മലബാറിന്റെ പല മേഖലകളിൽ. അപ്പോൾ അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ നഴ്സുമാർ ഇവിടെ സമരം നടത്തുന്നത്. ഇപ്പോൾ സമരം പൂർണ്ണതോതിൽ വിജയം കണ്ടു എന്ന് പറയാൻ കഴിയില്ലേ നമുക്ക്? കോഴിക്കോട് ജില്ലയിലെ സമരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. ഏറ്റവും ശക്തമായ സമരം നടന്നൊരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. അതിൽ BMH ഗ്രൂപ്പിന് കീഴിലെ ആശുപത്രികളും അതുപോലെ തന്നെ മൈത്ര ആശുപത്രികളും സമരം ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. 6ഓളം ആശുപത്രികളാണ് BMHന് കീഴിലുണ്ടായത്. എല്ലാ ആശുപത്രികളുടെയും സമരം അവസാനിച്ചു. വളരെ നന്ദി അലക്സാണ്ടർ ഡോക്ടറോട് അദ്ദേഹത്തോട് പറയാനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ഈ ചർച്ചകൾ നടന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച നടന്നത്. വളരെ ശക്തമായ സമരം നടന്ന സ്ഥലങ്ങളാണ്. പക്ഷേ മുൻവിധികളൊന്നുമില്ലാതെ വളരെ തുറന്ന ചർച്ച രാവിലെ 9 മണിയോടുകൂടി ആരംഭിച്ച ചർച്ച ഇപ്പോൾ അല്പം മുമ്പാണ് അവസാനിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാട് എടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ എത്ര ആശുപത്രികളിലുണ്ട് സമരം? ഇനി 3 ആശുപത്രികളാണ് പ്രധാനമായിട്ടും സമരം നടക്കുന്നത്. ഒന്ന് അങ്കമാലി LF ആശുപത്രിയിൽ, തൃശ്ശൂരിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ, അമല മെഡിക്കൽ കോളേജ്, ഈ 3 ആശുപത്രികളുടെ ആണ് സമരം തീരാനുള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസക്കാലം 1.5 മാസക്കാലമായിട്ട് നടക്കുന്ന സമരമാണ്. ഏറ്റവും ശക്തമായ താങ്കൾ പറഞ്ഞ പോലെ കടുത്ത ചൂടിനെ, കടുത്ത പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നടന്ന ഒരു കനത്ത സമരമായിരുന്നു. അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ നീതി നടപ്പിലായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ ആരെയും വൈരാഗ്യ ബുദ്ധിയോടോ മറ്റു കാര്യങ്ങളോ കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് നീതി ലഭിക്കണം. നഴ്സുമാർക്കും ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം. ഇന്നും മാനേജ്മെന്റ് പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കി സർക്കാർ കൊണ്ടുവന്നാൽ അതും നടപ്പിലാക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് കൂടി സ്വീകരിക്കേണ്ട. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ഈ നിലപാടുകൾ കാണുന്നു. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5 മാസക്കാലമായി നഴ്സുമാർ സംസ്ഥാനത്തിന്റെ വിവിധ ആശുപത്രികളിൽ സമരമായിരുന്നു. ആ സമരമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. 3 ആശുപത്രികളിൽ മാത്രമാണ് ഇനി പ്രധാനമായും ഈ സമരം ഒത്തുതീർപ്പാവാനുള്ളത്. തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജ്, ജൂബിലി മെഡിക്കൽ മിഷൻ, ഒപ്പം തന്നെ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി, ഈ 3 ആശുപത്രികളിൽ മാത്രമാണ് ഇനി സമരമുള്ളത്. അമൃത, ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി നഴ്സുമാർ സമരത്തിലായിരുന്നു. ഇപ്പോൾ ഇതാ മാനേജ്മെന്റുകൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. വിവരങ്ങളാണ് അജി കുഞ്ഞുമോൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.